അവധി ആഘോഷിക്കുന്ന നവനീതിൻ്റെയും മാളവികയുടെയും താരണ്യയുടെയും കാളിദാസിൻ്റെയും ഒപ്പം തന്നെ ജയറാമും പാർവതി നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്. അക്കൂട്ടത്തിൽ ജയറാമിൻ്റെ വേഷമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. മുണ്ടും ജുബ്ബയും ധരിച്ച് ഇത്രയും കൊടും തണുപ്പിൽ ഒരു കൂസലുമില്ലാതെ തണുക്കാതെ വിറയ്ക്കാതെ നടക്കുന്ന ജയറാമിൻ്റെ മാസ് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ജയറാമിനെ സമ്മതിച്ചു, തണുക്കുന്നില്ലേ, പാർവതിയെ നോക്കൂ, വളരെയധികം തണുത്തിരിക്കുന്നു, വളരെയധികം വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ജയറാം വളരെ തണുപ്പത്ത് കൂളായി നടക്കുന്നു, അതും ജുബ്ബയും മാത്രമിട്ട്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അതിശയമിട്ടാണ് എല്ലാവരും ഈ വീഡിയോ കാണുന്നത് എന്ന് പറയാം. ഇപ്പോൾ വെക്കേഷൻ ആഘോഷിക്കുന്ന ജയറാമിൻ്റെയും പാർവതിയുടെയും ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അവിടുത്തെ കൊടും തണുപ്പ് കൂടിയാണ്. കാളിദാസും താരണിയും ഇവരുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുപോലും അറിയാതിരിക്കുന്നില്ല ആരാധകർ. എല്ലാം കൃത്യസമയത്ത് തന്നെ അറിയുന്നുണ്ട്. അവിടെ നിങ്ങൾ കാണുന്ന കാഴ്ച ഞങ്ങളെയും കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇവിടെ വരെ എത്താൻ പറ്റാത്തവർക്ക് പോലും ഇത് നല്ല ഒരു സൗകര്യമുള്ള നിമിഷമാണെന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത്. പ്രേക്ഷകർക്ക് തന്നെ ആ ഒരു നിമിഷം വളരെയധികം ഇഷ്ടപ്പെട്ടു. ജയറാമും കുടുംബവും അവരുടെ ആഘോഷത്തിലാണ് എന്ന് പറയുന്നു. ഒരു വിവാഹത്തിന് ശേഷം അവരുടെ കുടുംബം പൂർണ്ണതയിലെത്തിയ സന്തോഷത്തിലാണ് അവർ ശരിക്കും എന്ന് പറയുന്നുണ്ട്. കാളിദാസും മാളവികയും കൂടി ആയപ്പോഴേക്കും അവർക്ക് കുടുംബം പൂർണ്ണമായതുപോലെയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. ഇനി ഇവരുടെ വിവാഹം എന്ന് കാത്തിരിക്കുമ്പോഴായിരുന്നു കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും രണ്ടുപേരുടെയും വിവാഹം കൂടി നടന്നത്. അതുകൂടിയായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയറാമിനും പാർവതിക്കും വളരെയധികം അത് അത്ഭുതമായി മാറി. ഞങ്ങളുടെ കണ്ണനും ചക്കിയും ഇന്ന് വിവാഹിതരായിരിക്കുന്നു, അതും 2 നല്ല മക്കളോടൊപ്പം. ഞങ്ങൾക്കിപ്പോൾ മക്കൾ 2 പേരല്ല 4 പേരാണ്. അത് പറയുന്നതിൽ ഞങ്ങൾക്കും അഭിമാനം തന്നെയാണ്. ആദ്യം ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത് ഞങ്ങളുടെ ലിറ്റിലാണ് താരിണി എന്നാണ് എപ്പോഴും ജയറാം താരിണിയെക്കുറിച്ചും വെളിപ്പെടുത്താറുള്ളത്. താരിണി ജയറാമിൻ്റെ ഇഷ്ടപുത്രിയാണെന്ന് പറയാം. മാളവികയുടെ ഒരു പ്രത്യേക സ്നേഹം എപ്പോഴും ജയറാമിനുണ്ട്. മാളവികയുടെ വിവാഹ സമയത്ത് ജയറാം കണ്ണീർ പൊഴിച്ചത് എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് നിസ്സംശയം പറയുന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവും ജയറാമിൻ്റെ മകളുടെ വിവാഹവും അടുത്തടുത്ത് തന്നെയായിരുന്നു. അന്നേ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വിവാഹമായിരുന്നു മാളവികയുടേത്. കാളിദാസന്റെ എന്നതായിരിക്കുമെന്ന് പ്രേക്ഷകർ എല്ലാവരും ചോദിച്ചിരുന്നുവെങ്കിലും പാർവതി തന്നെ ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ആദ്യം നടന്ന വിവാഹ നിശ്ചയം കണ്ണൻ്റേതായിരുന്നു. അതിനുശേഷമാണ് മാളവികയുടെ വിവാഹം നടന്നത്. പ്രേക്ഷകരെല്ലാവരും തന്നെ മാളവികയുടെ വിവാഹമായിരിക്കും ആദ്യമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാളിദാസന്റെ വിവാഹമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരുന്നു മാളവികയുടെ വിവാഹം പെട്ടെന്ന് വന്നത്. അതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ അമ്പരന്നു. പിന്നാലെ എപ്പോഴായിരിക്കും കാളിദാസന്റെ വിവാഹം എന്നായി ചോദ്യം. അതിനുശേഷമാണ് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ കാളിദാസന്റെ വിവാഹം ഡിസംബറിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതോടെ പ്രേക്ഷകർക്ക് വീണ്ടും ആകാംക്ഷയായി എന്ന് വേണം പറയാൻ. ജയറാം കുടുംബമായതുകൊണ്ട് തന്നെ വളരെ ചെറുതിലെ മലയാളികൾക്ക് അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ വളർന്നത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹം എന്ന് പറയുന്നത് അവർക്കും ഒരു സ്വപ്നം തന്നെയാണ്. വളരെ ചെറുതിലെ കണ്ട കുട്ടികൾ വിവാഹം കഴിക്കാനുള്ള പ്രായത്തിലേക്ക് എത്തുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നത് വളരെയധികം നടക്കുന്ന കാര്യമാണ്. ഇതിലെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാളിദാസ് അങ്ങനെ ഒരു വ്യക്തിയല്ല. ഒരു വലിയ താരപുത്രനായി മാത്രമല്ല, സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെയാണ് പലരും കാളിദാസിനെ കണ്ടിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാളിദാസിൻ്റെ വാർത്തകൾക്ക് ശേഷം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇത്. സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് കാളിദാസിനെ ഇപ്പോഴും സംസാരിക്കാനും പറയാനും ഒക്കെ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.